ഹലോ, വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ. ഒരു ചോറിൻ്റെയാണ്. അതാണെങ്കിൽ ഒരു അറബിക് ഫുഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്ക് നമ്മൾ കുറച്ചധികം വരുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, ചെറിയ ജീരകം, അതുപോലെ മല്ലി, മുഴുവൻ ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 3 അല്ലി വെളുത്തുള്ളിയാണ്. അത് 2 കീറായിട്ടുള്ളതാണ് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 3/4 കിലോളം വരുന്ന ചിക്കനാണ്. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വലിയ പീസാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരാനാണ്. അതിന് ശേഷം 2-3 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പീസ് ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്സ ക്യൂബ്, മന്തി ക്യൂബ് എന്നൊക്കെ പറയൂലേ, അതാണ് കേട്ടോ. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഇതൊക്കെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. ആലിബാബ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന തോതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ അരി കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതെല്ലാം നമുക്ക് കണക്ക് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അരി നന്നായിട്ട് ഉടഞ്ഞു പോകും. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ തുറന്ന് നോക്കുമ്പോൾ ഏകദേശമൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ സെറ്റ് ആവാനുണ്ട്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരിത്തിരി വെള്ളമുണ്ട്. അതും കൂടെ വറ്റിയാൽ ഇത് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ചിക്കനും റൈസെല്ലാം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് 2 പൊട്ടറ്റോ ഇങ്ങനെ അധികം വലുതാക്കിയിട്ടല്ല, അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കുക. അതുപോലെ മല്ലിയിലയും പുതിനയിലും കൂടെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തട്ടിക്കൂട്ടി മൂടി വയ്ക്കുകയെന്ന് ഞങ്ങളവിടെ പറയൂ കേട്ടോ. അതായത് എല്ലാം ഇങ്ങനെ തട്ടി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചാൽ അതിലുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു ഈർപ്പത്തിൽ തന്നെ അത് വെന്ത് വരും. ലാസ്റ്റ് ഇട്ട പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ടി മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നോക്കി, നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അറബിക് ഫുഡാണേ. ഇതിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്വയം കണ്ടെത്തിയിട്ടുള്ള ഒരു ഫുഡാണ്. ഇവിടെ സൗദിയിൽ വന്നിട്ട് അറബി ഫുഡ് കുറേ കഴിക്കുന്നുണ്ട്.
അപ്പോൾ അത് കഴിക്കുമ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇക്കാക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇക്കാക്ക് നല്ല അപ്പുറത്തൊരു നൗഷാദൊക്കെ ഉണ്ട്, അവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമാവും. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് അറിയിക്കണം. ആദ്യമായിട്ടാണോ നമ്മുടെ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ. അപ്പോഴേ ഇതൊക്കെ തിന്ന് തീർക്കണ്ടേ, കഴിച്ചിട്ട് വരാട്ടാ. ടാറ്റാ.